ആറാം ദിവസവും തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായില്ല. ഇന്നലെ രാത്രിയോടെ വെള്ളം എത്തിക്കുമെന്ന് അറിയിച്ചിരുന്ന പണ്ടാരവിളാകം ഭാഗത്ത് പ്രതിസന്ധി തുടരുകയാണ്. നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിയിൽ സർക്കാർ വിശദ റിപ്പോർട്ട് തേടി. കട്ട വെള്ളം, ഒരു വെള്ളം കുടിക്കാൻ കൂടെ വെള്ളം ഇല്ല. ഒരു ചിന്ന പാന, ആ പൈപ്പിൽ നിന്ന് ചിന്ന പാന പിടിച്ച് വെച്ചിരിക്കുന്നു. ഇപ്പോഴാണ് വെള്ളം കാച്ചി ചൂടാക്കി, ഗ്യാസിൽ ചൂടാക്കിയാണ് കുടിച്ചത്. 2 പുതിയ പക്കറ്റ് അവിടെ മാറ്റുണ്ട്. ആ പക്കറ്റിലാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ബാത്റൂം പോണ്ടേ? പറ, ബാത്റൂം പോകണ്ടേ? 4 ദിവസമായി ആ ബാത്റൂം പോയി വെള്ളം ഇല്ലാതെ. നാട്ടിൽ പോയാണ് ഇന്നാണ് നാട്ടിൽ പോയി തുണി എനിക്ക്. എത്ര ദിവസങ്ങളായിട്ട് വെള്ളമില്ലാതെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്. പിള്ളേരിലിരുന്ന് സ്കൂളിൽ പോണതിലിരുന്ന് ജോലിക്ക് പോണത് വരെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ചോറ് വെക്കാണെങ്കിൽ വെള്ളം വേണ്ടേ? അഖിൽ ഷാ അൻസാർ തത്സമയ വിവരങ്ങളുമായി പണ്ടാരവിളാകത്ത് നിന്ന്. അഖിൽ ഷാ, ആറാം ദിവസമായിട്ടും പൂർണ്ണ പരിഹാരമായി എന്ന് പറയാറായിട്ടില്ല അല്ലേ? പണ്ടാരവിളാകത്ത് മാത്രമാണോ നിലവിൽ പ്രതിസന്ധി? അനുജ, ഈ ആറാം ദിവസമായിട്ടും ഈ കുടിവെള്ളം കൃത്യമായി വീടുകളിലേക്ക് എത്തിക്കുന്നതിൽ അതിൽ പൂർണ്ണമായൊരു പരിഹാരമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയണം. നിലവിൽ ഈ പണ്ടാരവിളാകം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി നേരിടുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ നടന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് പണ്ടാരവിളാകം എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്ട് 50-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ റോഡ് വരെ ഈ വെള്ളം എത്തിയിട്ടുണ്ട്. ഈ റോഡിന് ഇരുവശത്തും വെള്ളമുണ്ട്. പക്ഷേ ഇവിടെ അകത്തേക്ക് പണ്ടാരവിളാകം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 50-ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു വീട്ടിൽ പോലും ഇതുവരെ ഇതിനകത്ത് വെള്ളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആളുകളുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് ഈ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പൈപ്പ് അത് കുഴിച്ചതിന് ശേഷം എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വായുമർദ്ദം എവിടെയെങ്കിലും തടഞ്ഞു നിർത്തിയിട്ടാണോ ഈ വെള്ളം അങ്ങോട്ടേക്ക് എത്താത്തതെന്നുള്ള ഒരു പരിശോധന വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നേരത്തെ ഇവിടെയുള്ള, അതായത് ഈ പ്രധാന പൈപ്പ് അത് മുറിച്ചൊരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന പ്രഷർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതുവരെ വെള്ളം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഈ വിളാഹത്തേക്ക് പോകുമ്പോൾ അകത്തേക്കുള്ള ഒരു വീട്ടിൽ പോലും വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന ഏറ്റവും വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 6 ദിവസമായി വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ തുണി അലക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രാഥമികമായ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. ഇന്നലെയാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ടാങ്കർ ഇവിടെ എത്തുകയും അതിൽ നിന്ന് കുറച്ച് വെള്ളം ശേഖരിക്കുന്ന തരത്തിലേക്ക് പോയത്. പക്ഷേ പ്രായമായവരടക്കം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അവർക്ക് ഈ അത്തരത്തിൽ ഈ പ്രായമായവർക്ക് നടന്നു വന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദിവസമായിട്ടും കുടിവെള്ളം എത്തിയിട്ടില്ല. അത് വളരെ വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾക്ക്. അതിൽ അടിയന്തര ശ്രദ്ധ അധികൃതരുടെ പതിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.